ഹായ് ഓൾ, നമസ്കാരം എല്ലാവർക്കും. ഇന്നൊരു കോൾഡ് പ്രോസസ്സിങ് സോപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിൽക്കൺ മോൾഡ് ഉണ്ടാക്കി വാങ്ങിയതാണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ തേനീച്ചക്കൂടിൻ്റെ ഒരു ബോക്സാണ് ഞാൻ എടുത്തേക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് അതിരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിങ് ബോക്സായിട്ട് എൻ്റെ കെട്ടിയവൻ്റെ ഒരു തേനീച്ചക്കൂടിൻ്റെ പെട്ടിയാണത്. അപ്പോൾ നമ്മളിന്ന് കോൾഡ് പ്രോസസ്സിങ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തലേദിവസം കാസ്റ്റിക് സോഡ ലയിപ്പിച്ച വാട്ടർ ഒഴിച്ചിട്ട് നന്നായി ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഈ കേക്കൊക്കെ അടിക്കാൻ ഉള്ള ബീറ്ററൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ നന്നായി കഴുകി പിന്നെ യൂസ് ചെയ്താൽ മതി. സ്റ്റിക്കോ സ്പൂണോ അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതേ ഒരു ഇതിൽ എന്താ പറയുക ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ അങ്ങനൊരു കുഴപ്പമുണ്ട്. കാരണം ഇത് കോൾഡ് പ്രോസസ്സിങ് ആയ കാരണം കൊണ്ട് പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് 10 തൊട്ടിട്ട് 20 മിനിറ്റ് വരെ നമുക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും. അപ്പം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ കാസ്റ്റിക് സോഡ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് നന്നായി കോൾഡായിട്ടിരിക്കണം. കാസ്റ്റിക് സോഡ ഉപയോഗിക്കുമ്പോൾ കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരെ നന്നായി ശ്രദ്ധിക്കുക. അവർ ഉപയോഗിക്കാതിരിക്കാനും അവർ തൊടാതിരിക്കാനും. കുട്ടികളുണ്ടെങ്കിൽ കാസ്റ്റിക് സോഡ പരമാവധി അവരുടെ അടുത്തുനിന്ന് ഏഴയലത്ത് പോലും വരാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാൻ പോണത് അതിലേക്ക് കുറച്ച് ഫ്രാഗ്രൻസ്, ഒരു 20 ml ഫ്രാഗ്രൻസ് ഞാൻ അതിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ആ ബീറ്റർ വെച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ നമ്മുടെ ടീസ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കുമ്പോൾ നല്ല സ്പീഡിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ നല്ല സ്പീഡിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് എന്താ പറയുക പെർമനൻറ്റേഷൻ നടക്കണം. അതായത് സപ്പോണിക്കാണ് സോപ്പ്. അപ്പോൾ സപ്പോണിക് എന്ന് പറയുമ്പോൾ കൃത്യമായ വെളിച്ചെണ്ണയുടെയും കൃത്യമായ കാസ്റ്റിക് സോഡയുടെയും വാല്യൂവിനെയാണ് സപ്പോണിക് വാല്യൂ പറയാം. അതിൻ്റെ ഒരു അളവുണ്ട്, കൃത്യമായൊരളവ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാരണം ഇതൊരു വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിക്കണതും വീഡിയോ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ വീണ്ടും ബ്ലെൻഡ് ചെയ്തു. ഇനി 3 പാത്രത്തിൽ ഒരു 3 കളറുള്ള സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 പാത്രത്തിൽ ഞാൻ ഒരു പാത്രത്തിൽ ഓറഞ്ച്, ഒരു പാത്രത്തിൽ ഗ്രീൻ, ഒരു പാത്രത്തിൽ വൈറ്റ്. അപ്പോൾ വൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് സിങ്ക് ഓക്സൈഡാണ്. ഇതെല്ലാം വാട്ടർ കളറാണ് കേട്ടോ. സിങ്ക് ഓക്സൈഡ് അല്ല. സിങ്ക് ഓക്സൈഡ് ക്രീമിനൊക്കെ ഉപയോഗിക്കും. ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടിട്ടില്ലേ, വൈറ്റ് കളറ്. അപ്പോൾ ക്രീമിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സിങ്ക് ഓക്സൈഡ്. അപ്പോൾ ഓറഞ്ചും ഗ്രീനും ഒക്കെ വാട്ടർ കളറാണ്. അപ്പോൾ അതിലേക്ക് അത് 3 ഷെയറാക്കി കേട്ടോ. 3 ബൗളിൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പരമാവധി. അലുമിനിയം പാത്രത്തിലൊന്നും കൊണ്ടുപോയി ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൽ. ഇനി വീണ്ടും അതിലേക്ക് കുറച്ച് ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഗ്രീൻ അല്ലേ, അപ്പോൾ ആലവേരി അരിവേപ്പിൻ്റെ ഒക്കെ ഒരു ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കഷായം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആലവേരി അരിവേപ്പും ചേർത്തിട്ട് അതിലേക്ക് വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. ഒരു 100 ml വാട്ടറൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബീറ്റർ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കുക. കട്ടയും തോന്നി കുറച്ചും കൂടി നമ്മൾ 100 ml വെള്ളം വരയിൽ ചേർക്കാം. അപ്പോൾ 50 ml ചേർത്ത് വീണ്ടും ഒരു 50 ml കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ അതിനെ
ആദ്യത്തെ ലെയർ മോൾഡിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കാരണം ഫ്രാഗ്രൻസൊക്കെ നമ്മൾ മുന്നേ ചേർത്തിട്ടുണ്ട്. ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് എല്ലാത്തിലും കൂടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ മൂന്ന് ഫ്രാഗ്രൻസ് ആകുമ്പോൾ വലിയ വ്യത്യാസമൊന്നും അതിൽ കാണില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒറ്റ ഫ്രാഗ്രൻസ് തന്നെയാണ് ആദ്യത്തേൽ നമ്മൾ മിക്സ് ചെയ്തേക്കണത്. ഇനി അത് ഒന്ന് പരത്തി ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി പരത്തി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പാച്ചുലൊക്കെ ഉണ്ടെങ്കിൽ നന്നായി അത് മുഴുവൻ വടിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ സ്പാച്ചുല ഇല്ല, ഞാൻ വാങ്ങാൻ മറക്കുകയാണ് എപ്പോഴും. കാരണം നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനമാണെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ബാഗിൽ എഴുതിയിടും, പക്ഷേ മറക്കും വാങ്ങാൻ. അപ്പോൾ സ്പാച്ചുല ഇല്ല, കയ്യിലുള്ളൊരു ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാനിത് അതിലേക്ക് വടിച്ചൊഴിക്കുന്നത്. അപ്പോൾ സ്പാച്ചുല ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോന്നോളും. ഇതേപോലെ തന്നെയാണ് ഇനി ഓറഞ്ചും അതേപോലെ തന്നെ വൈറ്റും ചെയ്യണത്. വീണ്ടും അതിലേക്ക് ഇതേപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുക തന്നെയാണ്. അതിൻ്റെ മുകളിൽ ലെയറിൽ ഒഴിക്കുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ വൈറ്റ് ഒഴിക്കുക, പിന്നത്തെ സ്റ്റെപ്പ് ഓറഞ്ച് ഒഴിക്കുക. ഇങ്ങനെ ഓരോ ബൗളിലുള്ളത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേജിലുള്ള സോപ്പാണ് നമ്മുടെ സോപ്പാണ് നിങ്ങൾ ഞാൻ രാവിലെയാണ് സോപ്പ് ഉണ്ടാക്കാൻ ഇന്ന് ഇത് കേക്ക് പോലെ ഇരിക്കണല്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ സോപ്പാണ്. നിങ്ങളൊക്കെ എന്നെ കണ്ടുകൊണ്ട് കേട് വന്നിട്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. ഞാനതിൽ വീഡിയോ ഇടാം. എൻ്റെ സ്റ്റാൻഡാണ്, അതിന് കംപ്ലൈൻ്റ് ആണ്. എന്നിട്ട് വീഡിയോ എടുക്കാൻ ഒരാളെ സപ്പോർട്ട് 2004 ഞാൻ രാവിലെ 7 മണിക്കാണ് ഈ വീഡിയോ എടുത്തത്. പക്ഷേ പിന്നീട് ഞാൻ അതൊക്കെ ഉപയോഗിച്ചു. വർക്കിന് പോകണമെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ അതായത് 2004 മുതൽ 2000 നിങ്ങളെ സപ്പോർട്ടും ഷെയറും 24ആയി. അത്രയും വർഷങ്ങൾ എനിക്ക് ഇത്തരം വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും പക്ഷേ ഇത്തരം വീഡിയോകളായിട്ട് 2004 പഠിച്ചിട്ട് പിന്നെ ഞാനൊരു 2 വട്ടമൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ അതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. 20 ലാസ്റ്റാണ് ഫുൾ ടൈം സോപ്പ് കാര്യങ്ങൾ അതിൽ പറയുന്നതാണ്. അപ്പോൾ പല വീഡിയോസും ഇടാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് ഇത്തിരി ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, ബോഡി പെയിൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇടാൻ പറ്റുമെങ്കിൽ നോക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുനിന്ന് എടുത്ത് വെക്കണേ, കാരണം അത് കേൾക്കാന്ന് വിചാരിച്ചിട്ട് അവരെടുത്ത് കഴിക്കും. ഇതാണ് ഞാൻ പ്രശ്നമൊന്നുമില്ല. കുട്ടികൾക്ക് വയറിന് ഇത്ര ലൂസ് മോഷൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.